നമസ്കാരം. ഞാൻ മുനീറളവള്ളി. നമ്മുടെ BJP-യുടെ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന ബാലേട്ടൻ, അതുപോലെ തന്നെ രമേഷ് ഭായ്, നമ്മളെ പ്രിയ സുഹൃത്ത് ബാലേട്ടൻ, ഷനീഷ്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഡിസംബർ 11 നടക്കുന്ന ത്രിതല പഞ്ചായത്തിൽ എളവള്ളി പഞ്ചായത്തിൽ എന്ത് മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മോട് അവര് പങ്കുവെക്കുന്നത്. ബാലേട്ടൻ, ഈ ത്രിതല പഞ്ചായത്തിൽ എളവള്ളി പഞ്ചായത്ത് എങ്ങനെയായിരിക്കും, നമ്മൾക്ക് ജനവിധി എന്തായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ 4 വട്ടം എളവള്ളി 9-ാം വാർഡിൽ നമ്മള് ജനങ്ങളെ കണ്ടു. അപ്പൊ അവിടെ നിന്നുണ്ടായ നമ്മള് അവരോട് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും സുരേഷ് ഗോപിയുടെ നാടിനു വേണ്ടി ചെയ്യുന്ന നന്മകളെ പറ്റിയാണ് അവരോടൊക്കെ ചർച്ച ചെയ്തതും സംസാരിച്ചു. ആ നിലയ്ക്ക് നമുക്ക് ഇപ്പൊ നിലവില് നല്ല ജനപിന്തുണ കിട്ടിയിട്ടുണ്ട്. ജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ്. ആ രീതിയിലാണ് ഇപ്പൊ ഞങ്ങള് ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മെയിനായിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ നമുക്ക് നല്ല വിജയസാധ്യത കാണുന്നുണ്ട്. ഇതുവരെയും എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെയുള്ള രമേഷ് ഭായ് ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാവുന്ന എന്റെ മറ്റൊരു സുഹൃത്താണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ ത്രിതല പഞ്ചായത്തിലെ ഇലക്ഷനെ കുറിച്ച് രമേഷ് ഭായിക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത്, എളവള്ളി പഞ്ചായത്തിൽ വലിയൊരു മാറ്റത്തിന്റെ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 61 വർഷക്കാലമായി ഒരേ മുന്നണി തന്നെ ഈ പഞ്ചായത്തിൽ ഭരണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പോരായ്മകൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ഏറ്റവും നമ്മുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളവും അതുപോലെ തന്നെ മഴക്കാലമായാൽ പ്രളയം എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ പ്രധാന ജലസ്രോതസ്സായിട്ടുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ഏകദേശം ബ്രിട്ടീഷുകാരുള്ള കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു തോടാണ്. അത് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ പഴയ കാരണവന്മാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. കാരണം എന്റെ മുത്തച്ഛൻ മരിച്ചത് 98-ാമത്തെ വയസ്സിലാണ്. ആള് പറഞ്ഞത് ആ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ജലസ്രോതസ്, അതായത് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ആ കാലത്ത് ആ വെള്ളം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ നമ്മുടെ പ്രധാന ജലവാഹിനി ആയിട്ടുള്ള ആ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ഇപ്പോ മലീമസമാക്കിയിട്ട് ഒരു 30 വർഷത്തിലധികമായിട്ട് അതിന് പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ നമുക്ക് മഴക്കാലമായാൽ 2 പ്രശ്നമാണ്. ഒന്ന്, മഴക്കാലമായി ഉണ്ടാവുന്നത് വെള്ളപ്പൊക്കം. കാരണം പെട്ടെന്ന് മഴ പെയ്യുമ്പോഴേക്കും ആ തോടിന് ബണ്ട് വീതിയില്ലാതെയും അതുപോലെ തന്നെ ഈ ഭൂമാഫിയകള് ഭൂമി കൈയടക്കിയിട്ട് തോട് ശരിക്കും റോഡ് പോലെ ഉപയോഗിച്ചിരുന്നതാണ് തോട്ട് വരമ്പ്. അതിപ്പോ നടക്കുന്ന വഴികളില്ലാതെ ആ സാഹചര്യം മാറി. ഇപ്പോ നമുക്ക് ഈ വെള്ളത്തിന്റെ പ്രശ്നം മഴക്കാലത്ത് വരുന്നതോടൊപ്പം തന്നെ വേനൽക്കാലമായാൽ കുടിവെള്ളമല്ല, കുടിവെള്ളം ജലനിധി കണക്ഷൻ കൊടുക്കുന്നത് വീടുകളിലേക്ക് ഉപ്പുവെള്ളമാണ് ഇപ്പൊ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ നമുക്ക് ജൂൺ വരെ മഴ ലഭിക്കുന്ന സമയത്ത് കിട്ടുന്നത് മുഴുവൻ ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളം കുടിച്ച് കഴിയേണ്ട സ്ഥിതിയാണ് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്. എല്ലാവർക്കും കിണർ കുത്താനോ മറ്റ് ജല സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇതിൽ BJP-യുടെ ഭരണം ജനങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായും ഒരൊറ്റ വർഷം കൊണ്ട് ഈ പഞ്ചായത്തിലെ റോഡിന്റെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ കാര്യത്തിലും മാറ്റം ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളുടെ 9-ാം വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ബാലേട്ടനോടാണ്. ബാലേട്ടൻ, ഈ വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് ബാലേട്ടന് എന്താണ് പറയാനുള്ളത്? അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. 4ാമത്തെ റൗണ്ടാണ് നടക്കുന്നത്. അതിലൊക്കെ നല്ല ഒരു അഭിപ്രായമാണ്. ഒരു മാറ്റം വേണം എന്നുള്ള അഭിപ്രായമാണ് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകം നടന്നിട്ട് ഷനീഷ് ഭായിക്ക് നമ്മളുടെ 9-ാം വാർഡിലെ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ എന്താണ് മനസ്സിൽ ഉദിച്ചു വന്നത്? നമ്മൾക്ക് ഭരണം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പലരും BJP-യുടെ വിജയത്തില് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. പഴയ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പില് 9 വാർഡുകളിൽ 2ാം സ്ഥാനത്തും 2 മെമ്പർമാരും BJP-ക്കുണ്ട്.
കേവലം 160ഓളം വോട്ടുകൾക്കാണ് പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം ഈ പ്രാവശ്യം ഉണ്ടാവാതെ വിജയം ഉറപ്പാണ്, പഞ്ചായത്ത് ഭരണം നേടിയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അഥവാ നമ്മളുടെ ഇളവള്ളി പഞ്ചായത്ത് BJP കരസ്ഥമാക്കിയാൽ ഇളവള്ളി പഞ്ചായത്തിലെ വോട്ടർമാർക്ക് എന്താണ് സംഭാവന നൽകാൻ BJPക്ക് കഴിയുക? അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് BJP മുൻനിർത്തി പറയുന്നത്. തകർന്ന റോഡുകൾ ഇപ്പോഴും ഒരുപാട് നമ്മുടെ വാർഡുകളിലുണ്ട്. കുടിവെള്ളക്ഷാമം, ഉപ്പുവെള്ളം കലർന്ന വെള്ളം ജലനിധിയിലൂടെ വിതരണം ചെയ്യുന്നു, തെരുവ് വിളക്കേട്, തെരുവ് നായ ശല്യം എന്നിങ്ങനെ ഓരോ വ്യക്തിക്കും അനുദിനം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് കളിസ്ഥലങ്ങള്, അത്തരത്തിലുള്ള വലിയ വലിയ പദ്ധതികൾ നമ്മുടെ ഭാവനയിലുണ്ട്. അത് പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, ബാലേട്ടൻ നമ്മളോട് കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും കൂടിയിട്ടാണ് അദ്ദേഹം നമ്മളോട് നമ്മളുടെ ഓരോ വോട്ടർമാരോടും അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അവരുടെ പുരോഗമനപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാഴ്ചവെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് മുനീർ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.